ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി അവിടെ സംഭവിച്ചു. ഇറാൻ എന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. അവിടെ രണ്ട് തരം ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഈ മരണത്തിൽ ദുഃഖിക്കുന്നവരും ഖമേനിയുടെ IRGC ഭരണകൂടം തന്നെ അവിടെ തുടരണമെന്നും ആഗ്രഹിക്കുന്നവർ. രണ്ട്, ഖമേനിയുടെ മരണത്തിൽ ആർത്തുല്ലസിച്ച് സന്തോഷിക്കുന്നവരും IRGC ഭരണകൂടത്തിനെ എതിർക്കുന്നവരും. പക്ഷേ ഈ സന്തോഷിക്കുന്നവർക്ക് പോലും ഒരു കാര്യത്തിൽ ചെറിയൊരു ദുഃഖമുണ്ട്. എന്താണെന്നല്ലേ? അദ്ദേഹത്തിന്റെ മരണത്തിലല്ല, മറിച്ച് ആ മരണം വളരെ പെട്ടെന്നായി പോയി എന്നതിലാണ് അവരുടെ ദുഃഖം. ഏതെങ്കിലും ഒരു ഭൂഗർഭ അറയിൽ ഒളിച്ചിരിക്കുമ്പോൾ മിസൈൽ പതിച്ച് ഒരു നിമിഷം കൊണ്ട് ആ ജീവൻ ഒടുങ്ങിപ്പോയി. ഇതാണ് അവരുടെ സങ്കടം, ഇതാണ് അവരെ സങ്കടപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് 36.5 വർഷം ഇറാൻ ഭരിച്ച ആയത്തുള്ള അലി ഖമേനി എന്ന പരമോന്നത നേതാവിനെ അവർ ഇത്രമേൽ വെറുക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വന്തം ജനതയോട്, പ്രത്യേകിച്ച് ഇറാനിലെ സാധാരണക്കാരായ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും സമാനതകളില്ലാത്ത ക്രൂരത കാണിച്ച ഒരു ഏകാധിപതി ഇതിലും വലിയ, ഇതിലും ഭയാനകമായ ഒരു അന്ത്യം അർഹിച്ചിരുന്നു എന്നതാണ് അവരുടെ പക്ഷം. ധീരനായ പോരാളി എന്നൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയ ഒരു രക്തദാഹിക്ക് ലഭിച്ച വളരെ എളുപ്പമുള്ള അനായാസേന ലഭിച്ച ഒരു മരണം മാത്രമാണ്. അങ്ങനെയാണ് ഇറാനിലെ വലിയൊരു വിഭാഗം ജനത ഖമേനിയുടെ മരണത്തിനെ കാണുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ദുരിതം മാത്രം സമ്മാനിച്ച ഇയാളെപ്പോലെ ഒരാൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ചിലർക്ക് മാത്രം ഇത്രയേറെ പൊള്ളുന്നത്? ഒരു ധീരനായ വിപ്ലവകാരിയായും രക്തസാക്ഷിയായും ഒക്കെ ഖമേനിയെ അങ്ങ് വാഴ്ത്തിപ്പാടുന്നത് എന്തിനു വേണ്ടിയാണ്? ഖമേനിയുടെ ഭരണകാലം ഇറാനിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു തുറന്ന ജയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രൂരതകൾ എണ്ണി പറഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോയിലൊന്നും തീർന്നു വരില്ല. തൻ്റെ ഭരണത്തിനെതിരെ ഉയരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ സൈനിക ശക്തി ഉപയോഗിച്ച് അതിക്രൂരമായിട്ടാണ് അദ്ദേഹം നേരിട്ടത്. 2009 ഗ്രീൻ മൂവ്മെന്റ്, 2019 ഇന്ധനവില വർധനവിനെതിരെയുള്ള പ്രതിഷേധം, ഒടുവിൽ 2022 വുമൺ ലൈഫ് ഫ്രീഡം സമരം എന്നിവയിലൊക്കെ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് തെരുവുകളിൽ പിടഞ്ഞു വീണ് മരിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 2025 മാത്രം ഏകദേശം 1900 പേരെയാണ് അവിടെ കൊലമരത്തിലേറ്റിയത്. ഇതിൽ രാഷ്ട്രീയ തടവുകാരും പ്രായപൂർത്തിയാകാത്തവരും വരെയുണ്ട്. ജയിലുകളിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നിത്യസംഭവമായിരുന്നു. തടവുകാരെ കൊണ്ട് നിർബന്ധിത കുറ്റസമ്മതം നടത്തിച്ച് അത് ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്യുക എന്നത് ഈ ഭരണകൂടത്തിന്റെ ഒരു വിനോദമായിരുന്നു. ഇനി ഖമേനി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ചെയ്ത ക്രൂരതകൾ നോക്കാം. ഒരു സ്ത്രീ ജനിക്കുന്നത് തന്നെ പുരുഷന് വേണ്ടി മാത്രമാണെന്നും അവൾക്ക് സ്വന്തമായി യാതൊരു വ്യക്തിത്വവുമില്ലെന്നും വിശ്വസിക്കുന്ന ഒരു കാടൻ പ്രാചീന വ്യവസ്ഥിതിയുടെ തലവനായിരുന്നു അദ്ദേഹം. 2022 ഹിജാബ് ശരിയായി ധരിച്ചില്ല, അല്ലെങ്കിൽ 1 ഇഞ്ച് മുടി പുറത്തു കണ്ടു എന്നാരോപിച്ച് ഖമേനി സർക്കാരിന്റെ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത് തല്ലിക്കൊന്ന മഹ്സ അമീനി എന്ന പെൺകുട്ടി ഈ ക്രൂരതയുടെ ഒരു പ്രതീകം മാത്രമാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ച സ്ത്രീകളെ തടവറയിലാക്കി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കി എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 നോബൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദി ഉൾപ്പെടെയുള്ളവരെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം തടവിലിട്ട് പീഡിപ്പിച്ചു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഖമേനിയുടെ ക്രൂരതകൾ. പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാനും ബാലവിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിയമപരമായ പഴുതുകൾ ഖമേനി ഭരണകൂടം ബോധപൂർവം നിലനിർത്തി. സ്വന്തം ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത 9ഉം 13ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ നിയമത്തിന്റെ പിൻബലത്തോടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അനുമതി നൽകിയ പെഡോഫൈലുകൾക്ക്, ശിശുഭോഗികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഒരു ഭരണകൂടമായിരുന്നു അത്. കൊച്ചുകുട്ടികളോട് ലൈംഗിക താല്പര്യം തോന്നുന്ന ഇത്തരം മനോരോഗികളെ സിസ്റ്റമാറ്റിക്കായി പ്രോത്സാഹിപ്പിച്ച ഒരു കാടൻ ഭരണാധികാരിയാണോ മഹാനായി വാഴ്ത്തേണ്ടത് എന്നാണ് ആ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഇറാനിയൻ ജനത ചോദിക്കുന്നത്. ഇത്രയൊക്കെ മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ ചെയ്തിട്ടും ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലെ ചില ഇടതുപക്ഷക്കാർക്കും കമ്മികൾക്കും അതുപോലെ ചില സമാധാനവാദികൾക്കുമൊക്കെ അദ്ദേഹം ഇപ്പോൾ വലിയൊരു പുണ്യാളനാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ കിസ് ഓഫ് ലവ് പരിപാടികൾ നടത്തിയതും സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ലിബറലിസത്തെ പറ്റിയും വനിതാ ബദൽ നടത്തുകയും ഘോരഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെയാണ് ഇറാനിൽ സ്ത്രീകളെ ചാക്കിൽ കെട്ടിയിടുന്ന ഈ കാടൻ വ്യവസ്ഥിതിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഹിജാബ് ധരിക്കാതിരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഇറാനിലെ പെൺകുട്ടികൾ സ്വന്തം ജീവൻ ബലി കഴിക്കുമ്പോൾ ഇവിടെ
കേരളത്തിൽ ചിലർ പർദ്ദയിട്ട് മുഴുവനായി മൂടി നടക്കുന്നതാണ് യഥാർത്ഥ സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് ന്യായീകരിക്കുന്നു. അന്നം തരുന്ന നാട് എന്ന് ഇവർ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. എന്നിട്ട് അമേരിക്കൻ സൈനിക ബേസുകളെ തകർക്കാൻ വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങളെ അറഞ്ചം പുറഞ്ചം ഇറാൻ അടിക്കുമ്പോഴും പരമോന്നത നേതാവ് പരലോകം പോകിയതിന്റെ സങ്കടം കരഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. സ്വാതന്ത്ര്യം മുഴുവനായി അനുഭവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് 4 ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ഏകാധിപത്യത്തിനെയും സ്ത്രീവിരുദ്ധതയും അനുകൂലിക്കുന്ന ഈ ഒരു കപട പുരോഗമനവാദികളുടെ കാപട്യം തിരിച്ചറിയാതെ പോകരുത്. ഇവരൊക്കെയാണ് മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും സാമ്രാജ്യത്വം എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഇവർക്ക് ജീവിക്കാൻ അമേരിക്കയും യൂറോപ്പും ഒക്കെ വേണം. എന്നിട്ട് അവിടുത്തെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് താലിബാനെയും ഖമേനിയെയും പോലുള്ളവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ആണവായുധങ്ങൾ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത് തങ്ങളുടെ പിന്തിരിപ്പൻ ആശയങ്ങളും മതമൗലികവാദവും ലോകത്തിനു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം തലതിരിഞ്ഞ ഭരണകൂടങ്ങളെ ഇല്ലാതാക്കേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് എന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വാദത്തിനെ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ലോകരാജ്യങ്ങൾ പോലും പരോക്ഷമായി അംഗീകരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇറാന്റെ ഖമേനി ഭരണകൂടത്തിന് മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ഈ സൈനിക നടപടി ഒരു നെസസറി ഈവിൾ അഥവാ അനിവാര്യമായ ഒരു തിന്മയായി മാറുന്നത് അതുകൊണ്ടാണ്. തിന്മയാണോ എന്ന് ചോദിച്ചാൽ തിന്മയാണ്. പോക്രിത്തരമാണ് അമേരിക്ക കാണിക്കുന്നത്. പക്ഷേ ഖമേനിയുടെ പദ്ധതി വിജയം കണ്ടാൽ ഇറാൻ രഹസ്യമായി നിർമ്മിച്ചെടുക്കുന്ന ആണവായുധങ്ങൾ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും കൈകളിൽ അതെത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ എത്തിയാൽ അവർ ലോകത്തിനെ ബാക്കി വച്ചേക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മേലുള്ള ഈ യുദ്ധത്തിനെ അനിവാര്യമായ ഒരു തിന്മയായി പല രാഷ്ട്രീയ നിരീക്ഷകരും അതുകൊണ്ടാണ് കാണുന്നത്. സ്വന്തം ജനതയെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ ഇറാനിലെ തെരുവുകളിൽ അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും അത് ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു സ്വേച്ഛാധിപതിക്ക് വേണ്ടിയാണ് ഇവിടെ കേരളത്തിൽ ചിലർ കണ്ണീരൊഴുക്കുന്നത്. അതങ്ങനെ കുറേ കോമരങ്ങൾ. ഒന്നോർത്താൽ അപരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും പുല്ലുവില കൽപ്പിച്ച ഖമേനിക്ക് കാലം കാത്തുവെച്ച കൃത്യമായ മറുപടിയാണത്. എത്ര വലിയ കൊട്ടാരത്തിലായാലും എത്ര വലിയ ഏകാധിപതിയായാലും ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഒരു നാൾ നിശ്ചയമായി തേടിവരുമെന്ന ഓർമ്മപ്പെടുത്തൽ അത് ചിലപ്പോൾ ഒരു മിസൈലിന്റെ രൂപത്തിലുമായിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.